ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 22 അജാമിളോപാഖ്യാനം ശ്ലോകം 5. അമും ച സംഭാഷ്യ വികർഷതോ ഭടാൻ വിമുഞ്ചതേത്യാരുരുധുർബലാദമീ നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. അമും ച അമുഞ്ച ചേർത്ത് ചൊല്ലുമ്പോൾ സംഭാഷ്യ വികർഷതോ ഭടാൻ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിമുഞ്ചതേ ഇതി ആരുരുധുർ ബലാത് ആമീ ചേർത്ത് ചൊല്ലുമ്പോൾ വിമുഞ്ചതേത്യാരുരുധുർ ബലാദമീ. വിമുഞ്ചതേ ഞ്ച എന്നുള്ളത് ഞാ ച എന്നാണ്. ഇതി ആരുരുധുർ ആരുരുധുർ ധു എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ധനം എന്നൊക്കെയുള്ളതിലത്തെ ധ എന്നാണ്. ബലാത് ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിൻ്റെ ഒട്ടും ഊന്നണ്ട, മൃദുവായിട്ട് പറയാനുള്ളതാണ്. ബലാത് ആമീ നീട്ടിയിട്ട് നിവാരിതാ തേ ചേർത്തിട്ട് നിവാരിതാസ്തേ ച ഭവത് ജനൈ തദ ചേർത്തിട്ട് ഭവജ്ജനൈസ്തദ. ഭവത് ജനൈ അത് ചേർത്ത് ചൊല്ലുമ്പോൾ 2 ജ എന്ന് വരും. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ജനൈ എന്നുള്ളതിൻ്റെ ജ എന്നും മെല്ലെ നൂന്നി പറയണം. 2 ജ എന്നുണ്ട്. ഭവജ്ജനൈസ്തദ തദ എന്നുള്ളത് ചേർത്ത് എഴുതുമ്പോൾ സാന്നും കൂടി വരും. സ്തദ. ഭവഞ്ജനൈ എന്നൊന്നും ആവരുത്. ഇത് ഭവജ്ജനൈ ഞ്ച എന്നല്ല, പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. 2 ജ എന്നാണ്. ജ മെല്ലെ നൂന്നിയ മതി ജ എന്നുള്ളത്. തദീയ പാപം തദീയ പാപം നിഖിലം ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മുഖം എന്നൊക്കെ പറയുന്ന പോലത്തെ ഖ എന്നാണ്. നിഖിലം ന്യവേദയൻ. ഇവിടെ ന്യ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഈ അക്ഷരം ആദ്യമാണ് വരുന്നത് ഈ വാക്കിൻ്റെ. എങ്കിലും ഈ ചിഹ്നമുള്ള കാരണം കൊണ്ട് നമ്മളത് ന്യ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ന്യവേദയൻ അങ്ങനെ നിർത്താം. അമും ച സംഭാഷ്യ വികർഷതോ ഭടാൻ വിമുഞ്ചതേത്യാരുരുധുർബലാദമീ നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ. അടുത്തത് 6ാമത്തെ ശ്ലോകം. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേപി ഭോ ദണ്ഡ നമസ്തി പണ്ഡിതാ ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശാമിതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ഭവന്തു ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പാപാനി കഥം ഥം എന്നുള്ളതും നന്നായിട്ട് ഊന്നി പറയാനുള്ളൊരക്ഷരമാണ്. തു നിഷ്കൃതേ നീട്ടിയിട്ട് കൃതേ അപി കൃതേപി ഭോ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദണ്ഡനം അസ്തി ദണ്ഡനമസ്തി ചേർത്ത് ചൊല്ലുമ്പോൾ ദ എന്നുള്ളത് ദയയിലത്തെ ദ എന്നാണ്. ണ്ട ണ ഡ എന്നാണ്. ഒട്ടും ഊന്നണ്ട. ദണ്ഡനമസ്തി ദണ്ഡനം അസ്തി. ഇവിടെ അസ്ഥി എന്നുള്ളത് മൃദുവായിട്ട് പറയാനുള്ളതാണ്. അസ്ഥി അസ്ഥി എന്നല്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ആ അസ്ഥിക്ക് വേറെയാണ് അർത്ഥം. ഇവിടെ ദണ്ഡനം അസ്ഥി ത എന്നാണ്. അസ്ഥി അവിടെ ഒട്ടും ഊന്നണ്ട. ദണ്ഡനമസ്തി പണ്ഡിതാ അവിടെ ദീർഘം വിസർഗം. പണ്ഡിതാ ണ്ടി എന്നുള്ളത് ണ ഡ എന്നാണ്. ദണ്ഡനം എന്നൊക്കെ ഉള്ളതിലത്തെ ണ്ട് അതന്നെ ഇവിടെയും. പണ്ഡിതാ ണ ഡ എന്നാണ്. ദീർഘം വിസർഗം. അപ്പം അത് അങ്ങനെ പറയണം. ദീർഘം വിസർഗത്തോടു കൂടെ നിർത്തണം. ന നിഷ്കൃതി ഇവിടെയും വിസർഗമുണ്ട്. ന നിഷ്കൃതി കിം വിദിത ഇവിടെ
വിധി എന്നുള്ളത് ദയയിലത്തെ ദ എന്നാണ്. വിദിത. ഭവാദൃശാമിതി ചേർത്ത് ചൊല്ലുമ്പോൾ ഭവാദൃശാമിതി എന്ന് വരും. നിർത്തിയിട്ട് ചൊല്ലുമ്പോൾ ഇതി എന്നാണ് വരിക. ഭവാദൃശാം ഇതി. പ്രഭോ, ഇവിടെയും ഭോന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭവാദൃശാം എന്നുള്ളതിലത്തെ ഭാന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ത്വത്, ത്വ എന്ന വള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ത്വത് പുരുഷ. ബഭാഷിരേ നീട്ടിയിട്ട് ബഭാഷിരേ. ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിലത്തെ ബ എന്നാണ്. ഭാഷിരേ, ഭ എന്ന് കുറച്ച് ഊന്നി പറയണം. ബഭാഷിരേ നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേപി ഭോ ദണ്ഡനമസ്തി പണ്ഡിതാ ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശാമിതി പ്രഭോ ത്വത്പുരുഷ ബഭാഷിരേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.